ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലാണ് എന്നായിരിക്കും. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രം നമ്മുടെ ഇന്ത്യയിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 70 നിലകളോടെ 700 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്ര സ്മാരകമായ താജ്മഹലിനേക്കാൾ ഉയരമുള്ള ക്ഷേത്രം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതിയായ ബുർജ് ഖലീഫയേക്കാൾ അടിത്തറ കൂടുതലുള്ള ക്ഷേത്രം, ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ പോലും വളരെ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം, അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ശിവന്റെ പ്രതിമ, ഇതൊക്കെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമുള്ളതും നമ്മുടെ ഇന്ത്യയിലായിരിക്കും. മധുരയിലെ വൃന്ദാവനിലുള്ള ചന്ദ്രോദയ മന്ദിരമാണ് ഈ അത്ഭുത നിർമ്മിതി. 70 നിലകളിൽ നിർമ്മിക്കുന്ന ഈ മന്ദിരം ഇപ്പോൾ നിർമ്മാണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും ചന്ദ്രോദയ മന്ദിരത്തിലൂടെ ലോകത്തിന് മുന്നിലെത്തും. $80 മില്യൺ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചന്ദ്രോദയ മന്ദിരത്തിന് 70 നിലകളും 210 മീറ്റർ ഉയരവും ഉണ്ടായിരിക്കും. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിക്കുന്ന മന്ദിരത്തിൽ വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരിക്കും. വാഹനങ്ങൾ നിർത്തിയിടാൻ വേണ്ടി മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഈ മന്ദിരത്തിൽ നിർമ്മിക്കുന്നത്. ഒരേ സമയം 3000 കാറുകൾ വരെ ഇവിടെ നിർത്തിയിടാൻ സാധിക്കും. 5 ഏക്കർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്രത്തിന് 5,40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ബിൽട്ടപ്പ് ഏരിയയും ഉണ്ട്. ധാരാളം മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. വൃന്ദാവനം എന്ന് പറയുന്നത് തന്നെ കൃഷ്ണന്റെ വാസസ്ഥലമാണ്. ആ കാലത്തുണ്ടായിരുന്ന 12 വനങ്ങൾ, കൃഷ്ണൻ കളിച്ചു നടന്നിരുന്ന കൃഷ്ണന്റെ വാസസ്ഥലമായ 12 വനങ്ങൾ ആ കാലത്തുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇപ്പോൾ പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. യമുന നദിയുടെ തീരത്തായിട്ടാണ് ഈ വനങ്ങൾ കാണുന്നത്. യമുന നദിയുടെ കിഴക്കൻ തീരത്തായി 5 വനങ്ങളും യമുന നദിയുടെ പടിഞ്ഞാറൻ തീരത്തായി 7 വനങ്ങളുമുണ്ട്. കിഴക്കൻ തീരത്തുള്ള 5 വനങ്ങളാണ് ഭദ്രവന, ബിൽവവന, ലൗഹവന, ബണ്ഡീരാവന, മഹാവന എന്നിവ. പടിഞ്ഞാറ് തീരത്ത് കാണുന്ന 7 വനങ്ങളാണ് മധുവന, താളവന, കുമുദവന, ബഹുലാവന, കാമ്യവന, ഖദിരവന, വൃന്ദാവനം എന്നിവ. അതുപോലെ തന്നെ മനോഹരമായ മറ്റു കാഴ്ചകളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഫലം കായ്ക്കുന്ന മരങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ, വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ, പച്ച പുൽമേടുകൾ, പക്ഷികളുടെ പാട്ടുകളാൽ അലങ്കരിച്ച പുഷ്പവൃക്ഷങ്ങൾ, തെളിഞ്ഞ ജല തടാകങ്ങൾ, താമരകളും താമരപ്പൂക്കളും, ചെറിയ കൃത്രിമ കുന്നുകളിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടങ്ങളും എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഈ കാഴ്ചകൾ. ഭാഗവതത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റു ഉറവിട ഗ്രന്ഥങ്ങളിൽ നിന്നും അതിന്റെ വിവരണങ്ങളിൽ നിന്ന് പുനർനിർമ്മിച്ചവയാണ് ഇവയെല്ലാം. ഇത് വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും കൃഷ്ണ ഭക്തരെയും വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണന്റെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു. യമുന നദിയെയും ഇവിടെ പുനഃസൃഷ്ടിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ബാല്യകാല വിനോദങ്ങൾ വൃന്ദാവനത്തിൽ നടത്തിയിരുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു. ഈ വൃന്ദാവനമാണ് ഇപ്പോൾ അതേ രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വൃന്ദാവൻ ചന്ദ്രോദയ ക്ഷേത്രത്തിന്റെ നിർമ്മാണം 2014 ആരംഭിച്ചത്. ബാംഗ്ലൂർ ഇസ്കോൺ ആണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. 2024 ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആധുനിക വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമായി ഇത് മാറും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ മ്യൂസിയം, ലൈബ്രറി, ഗവേഷണ കേന്ദ്രം എന്നിവയും ഉണ്ടാവും. ക്ഷേത്രത്തിൽ ഒരു വലിയ കുളവും ഉണ്ടാകും. അതിനെ ഗംഗാകുണ്ട് എന്നാണ് വിളിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം ധർമ്മശാലകളും ഭക്ഷണശാലകളും ഉണ്ടാവും. വൃന്ദാവൻ ചന്ദ്രോദയ ക്ഷേത്രം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിൽ അതിശയവും ഗംഭീരവുമായ ക്ഷേത്രമായിരിക്കും. ഈ ക്ഷേത്രം അതിന്റെ ഉയരം കൊണ്ട് മാത്രമല്ല, മനോഹരമായ വാസ്തുവിദ്യ കൊണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കും. നാഗിര വാസ്തുവിദ്യയും ഉൾപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ 70ാം നിലയിലേക്ക് നീണ്ടു പോകുന്ന വിധത്തിൽ കെട്ടിടത്തിന്റെ മുൻവശം ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം സൗകര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഹെലിപ്പാഡ്, വാഹനങ്ങൾക്ക് പാർക്കിങ്ങിന് 12 ഏക്കർ സ്ഥലം, ഭക്ഷണപാനീയങ്ങൾക്കായി ക്യാന്റീൻ, ഇൻഡോർ രാധാകൃഷ്ണ വിനോദ പാർക്കിംഗ്, കൃഷ്ണ ഹെറിറ്റേജ് മ്യൂസിയം. ജനങ്ങൾക്ക് വൃന്ദാവനത്തെ കാണാൻ കഴിയുന്ന വിധത്തിൽ കെട്ടിടത്തിന് മുകളിൽ ദൂരദർശിനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിർ തീം പാർക്കുണ്ട്. മഹത്തായ ക്ഷേത്രം ഒരു നോക്ക് കാണുന്നതിനായി വലിയ ഒരു വീക്ഷണ ടവറും സജ്ജീകരിച്ചിരിക്കുന്നു. ക്ഷേത്ര ക്യാമ്പിലൂടെ ഒരു ക്യാപ്സൂൾ എലിവേറ്ററും ഉണ്ട്. പ്രപഞ്ചത്തിലെ വിവിധ ഗ്രഹവ്യൂഹങ്ങൾ വേദകാല സാഹിത്യത്തിൽ വിവരിച്ചതുപോലെ ചെറു ചിത്രങ്ങളും ചെറു ശില്പങ്ങളും അടങ്ങിയ പശ്ചാത്തലത്തിൽ ശബ്ദവും വെളിച്ചവും ഇടകലർത്തി പ്രദർശിപ്പിക്കുന്നു. അതുപോലെ തന്നെ സന്ദർശകർക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി വീടും താമസ സൗകര്യവുമുണ്ട്.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വനത്തിലൂടെ യമുന നദി ഏത് രീതിയിൽ ഒഴുകുന്നു അതേ രീതിയിൽ തന്നെ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെടുന്നു എന്നത്. ഇതിലൂടെ സന്ദർശകർക്ക് ബോട്ടിംഗ് അവസരങ്ങളുമുണ്ട്. മധുര, ആഗ്ര, യമുന നദികളുടെ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഇന്ത്യയിലെ ടൂറിസ്റ്റ് മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒരു ബൃഹത്തായ നിർമ്മിതിയായി മാറും ഈ ക്ഷേത്രം. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും ഇപ്പോൾ ലോകരാജ്യങ്ങൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞു. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും എടുത്തു കാണിക്കുന്ന ഈ മഹത്തായ നിർമ്മിതി കാണാൻ വിദേശ വിനോദ സഞ്ചാരികൾ പോലും എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടൂറിസ്റ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. തൊഴിൽ മേഖലയ്ക്കും ധാരാളം അവസരങ്ങൾ ഇത് തുറന്നു തരുന്നുണ്ട്. വളർന്നു വരുന്ന തലമുറയ്ക്ക് തൊഴിൽ ലഭിക്കാനും ഇത് സഹായകമാവും.